മലയാളി ആദ്യമായി പന്ത് തട്ടാൻ ഇറങ്ങുകയാണ്. തഹസിൻ മുഹമ്മദിന്റെ ആ വിവരങ്ങളിലേക്ക് പോയാൽ ഖത്തർ ദേശീയ ടീമിലെ ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡോടെയാണ് ഇത്തവണ തഹസിൻ അമേരിക്കയിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. 19 വയസ്സുകാരൻ, പൊസിഷൻ വിങ്ങറാണ് തഹസിൻ. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന പകിട്ടോടുകൂടിയാണ് തഹസിൻ കളത്തിലേക്ക് ഇറങ്ങുന്നത്. തഹസിന്റെ നാട് കണ്ണൂരിലാണ്. അത് തലശ്ശേരിക്കാർക്കും വളവട്ടണംകാർക്കും ഒരുപോലെ ആവേശമാണ്. കാരണം അമ്മയുടെയും അച്ഛൻ്റെയും നാട്ടുകാർ. ആ അർത്ഥത്തിൽ തഹസിൻ രണ്ട് നാടിനും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. മലയാളികൾക്ക് ആകെ അഭിമാനമാവുകയാണ്. എന്തായാലും വളവട്ടണത്ത് നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ്. തഹസിന്റെ നാട്ടുകാർക്കൊപ്പം വലിയ ആവേശത്തോടെയാണ് ഈ വളവട്ടൻകാർ ഈ വിവരം വന്ന നിമിഷം മുതൽ, തഹസിൻ ഖത്തർ ടീമിലേക്ക് എത്തിയ നിമിഷം മുതൽ തന്നെ അത് ആഘോഷമാക്കുന്നത്. നിഖിൽ, എന്തായാലും അവിടെയുള്ള ആഘോഷം എങ്ങനെയാണ്? ഒന്നിച്ച് ഈ മത്സരം കാണാൻ വേണ്ടി വലിയ സ്ക്രീനൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ. എന്താണ് തോന്നുന്നത്, നമ്മുടെ നാട്ടുകാരനായ ഒരാൾ ലോകകപ്പ് ഫുട്ബോളിൽ നമ്മൾ മെസ്സിയെയും നെയ്മറിനെയും അല്ലെ ക്രിസ്ത്യാനോയും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാരനായ ഒരാൾ കളിക്കാൻ പോവാണ് ലോകകപ്പിൽ. എന്താ തോന്നുന്നത്? ഒരു അഭിമാനം. കേരളത്തിന് വേണ്ടിയിട്ട്, അത് കണ്ണൂരിന് വേണ്ടിയിട്ട് ഒരു വളവട്ടണത്തിന് ഒരു പ്ലെയറാണ് തഹസീൻ. അപ്പോൾ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത് വെച്ചിട്ട് അഭിമാനമാണ്. നമ്മളിപ്പോൾ കളിയൊക്കെ കാണാൻ പോകുന്നുണ്ട്. 12:30 കളി അല്ലേ? കാണും എന്തായാലും കളി. ഏതാ ലോകകപ്പിൽ ഇഷ്ടപ്പെട്ട ടീം? ഏതാ? അർജന്റീനയും ഖത്തറും. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. ഇവിടുത്തെ ആവേശ കമ്മിറ്റി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ടീം ക്യാപ്റ്റനാണ്. പേരെങ്ങനെയായിരുന്നു? ജോഹർ ഇളയെടുത്ത്. ജോഹർ ഇളയെടുത്ത്. മുൻ KSRTC ഫുട്ബോൾ പ്ലെയറാണ്. ഇപ്പോൾ കുട്ടികളെ കോച്ചാണ്. ഏകദേശം 10 വർഷത്തോളമായി ഇവിടെ ടീമിന് ഇതാക്കുന്നത്. എനിക്ക് ഈ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, ഇന്നിപ്പോൾ നമ്മുടെ വളവട്ടണത്ത് ഒരു തഹസീൻ എന്ന് ഒരു ജന്മം വന്നു, ഫുട്ബോളിൻ്റെ ജന്മം. അത് നിങ്ങളിൽ കൂടി ഇനി വളർന്നിട്ട് ഒരുപാട് തഹസീന്മാരുണ്ടാകണം എന്നേ എനിക്ക് പറയാനുള്ളത്. ഈ പലരും പറയുന്നത് നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഒരു മലയാളി ഇങ്ങനെ ലോകകപ്പിൽ പോയിട്ട്, അതായത് നമ്മളിപ്പോഴും ആരാധിക്കുന്നതും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്നതും ഒക്കെ മെസ്സിക്ക് വേണ്ടി നെയ്മർക്ക് വേണ്ടിയും ഒക്കെയാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ വളവട്ടണംകാരനായ ഒരാൾ കളത്തിലിറങ്ങുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നാടതിനെ കാണുന്നത്? വലിയ ആഘോഷമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, ഇവിടെ മുഴുവൻ ലൈറ്റൊക്കെ ഇട്ട് വലിയ ആഘോഷമാണ്, ഒരു ഉത്സവം പോലെയാണ്. എങ്ങനെയാണ് നിങ്ങൾ നാട്ടുകാരതിനെ കാണുന്നത്? വളരെ വളരെ എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് നമുക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കളിക്കാരൻ വേൾഡ് കപ്പിന് കളിക്കാൻ എന്ന് പറയുമ്പോൾ, ഇന്ത്യ തന്നെ 140 കോടി ജനങ്ങളുള്ളത് ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കേരളത്തിൽ തന്നെ ഒരു മലയാളി, കണ്ണൂർ വളവട്ടത്ത് ജനിച്ച ഒരു വ്യക്തി ഒരു വേൾഡ് കപ്പ് കളിക്കാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ആഘോഷമില്ലാതെ വേറെ എന്താ? ഇത് എല്ലാം തന്നെയാണല്ലേ, വലിയ ആഘോഷത്തിലാണ്. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടാത്തൊക്കെ പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന്, നമ്മുടെ സിനിമ ഫീൽഡിലുള്ള ആരും തന്നെ ഈ പയ്യനെ അനുമോദിക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാർ, MLA മാർ ഒരു വീഡിയോ സന്ദേശം അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കളി 3ാമത്തെ ദിവസമായി. ഇതുവരെ ഒരു PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു, അഡ്വക്കേറ്റ് കരീം ചേലേരി, സ്വാസിക ഇൻസ്റ്റയിൽ, ഇവരല്ലാണ്ട് വേറെ ഇതുവരെ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ല വേണ്ടത്, ചെയ്യേണ്ടത്. അവർ മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെ കൂടി വേണമെന്നൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. ഈ തഹസീൻ കളിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ കളിക്കുമെന്നുള്ളത് അന്തിമേല വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ ടീം ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ നാട്ടുകാരൻ്റെ ടീം കളിക്കുന്നു എന്നൊരു ആവേശത്തിലേക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അവൻ എപ്പോഴിറങ്ങുന്നോ അത് കാത്തു നിൽക്കുന്നതാണ് ഈ വളവട്ടണം ദേശത്തുകാർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയധികം ആഘോഷമാക്കിയതും വളരെ നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ നാട് ഒരുമിച്ചിരുന്ന് കളി കാണാൻ പോവുകയാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയോ? വളരെ നല്ല സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് 300 ആൾ, ഏകദേശം 500ഓളം വരുന്ന ആൾക്കാർക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. 100% തഹസീൻ കളിക്കുമെന്നാണ്. Under-17, Under-19 അതിൽ കൂടിയിട്ട് ഫ്രണ്ട്ലി മാച്ചും ഖത്തർ ലീഗ് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഇങ്ങനെ ഒരു തഹസീൻ 2 വേൾഡ് കപ്പ് കളിക്കും. ഇനിയിപ്പോൾ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും അവൻ കളിക്കണം, ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു ഗോൾ സ്കോർ ചെയ്യണം എന്ന് വരെ ആഗ്രഹമുണ്ട്. അതുകൂടിയാണ് നമുക്ക് കാണുന്നത്. രുചീഷ്, നമുക്ക് മറ്റുള്ളവരിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപക്ഷെ നമ്മുടെ ക്യാമറ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ നമുക്ക് കാണാം, ഈ വളപട്ടണം എന്ന് പറയുന്ന നാടിനൊരു പ്രത്യേകത ഉണ്ട്. ഒരുപക്ഷെ രുചീഷിന് അറിയാമായിരിക്കും, ഈ ഫുട്ബോളിൻ്റെ ഈറ്റിലം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഈ മലബാറിലെ ഫുട്ബോൾ ആവേശത്തിനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഊർജ്ജത്തോടു കൂടി ഫുട്ബോളിനെ എന്നും നെഞ്ചേറ്റിയിട്ടുള്ളൊരു നാട് കൂടിയാണ് വളപട്ടണം. നമുക്ക് ആ വളപട്ടണത്തെ ഗ്രൗണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്. അങ്ങനെ വളപട്ടണത്തിനൊരു ഫുട്ബോൾ പാരമ്പര്യം കൂടി ഉണ്ട് അല്ലേ? ഈ വളപട്ടണത്തിൻ്റെ ഒരു ഫുട്ബോൾ പാരമ്പര്യം നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം തന്നെ ഒരുപാട് താരങ്ങളുണ്ട്. നമ്മളിപ്പം അബ്ദുൽ സലാം, സാലി, സദാനന്ദൻ, ഹമീദ്, റഷീദ്,
ഞാൻ തന്നെ ഇവിടെ നിന്ന് കളിച്ച് വളർന്നത് ഞാനൊരു നാഷണൽ കളിച്ചതിന് ശേഷമാണ് KSRTCയിൽ 75 ജോലി സ്പോർട്സ് കോട്ടയിൽ ജോലി കയറിയതാണ്. ഞങ്ങളുടെ കളിയിൽ തന്നെ ഞാൻ ഒരുപാട് കോച്ച് ചെയ്ത് കുട്ടികളെ തന്നെ ഒരുപാട് കളിച്ച് വളർന്നിട്ട് ഇപ്പോൾ ഒരുപാട് ജോലിക്കൊക്കെ പോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സന്തോഷ് ട്രോഫി ക്യാമ്പിലുണ്ടായിരുന്നു. ഷെഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലാ ലീഗിൽ കളിക്കുന്നുണ്ട് കുട്ടികൾ. AFFA ഫുട്ബോൾ അംഗത്തുള്ള ഒരു ക്ലബ്ബാണ് വളപട്ടണം ഫുട്ബോൾ അക്കാദമി. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള നാടാണ് വളപട്ടണം. എങ്ങനെയാണ് തഹസിൻ ഇന്നിപ്പോൾ കളിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പറയുന്നത്. കളി കാണാൻ വലിയ ആവേശത്തിൽ കാത്തിരിക്കുകയാണോ? 100% കളിക്കുമെന്നുള്ള പ്രതീക്ഷ. പിന്നെ അവൻ്റെ ഒരു ഗോളും കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫുൾ ഹാപ്പി. ഫുൾ ഹാപ്പി ഇന്ന്